Hi dears, welcome to Egan Learning. നമ്മുടെ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഘനരൂപങ്ങൾ ഈ ചാപ്റ്ററിൽ കുറേ ഇക്വേഷൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണല്ലേ. എന്നാൽ അതിലെ കംപ്ലീറ്റ് ഇക്വേഷൻസ് ഒരുമിച്ചതായി ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പഠിച്ചു വെച്ചാലോ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഇക്വേഷൻസും സോൾവ് ആക്കി എടുക്കാം. നല്ലതുപോലെ ക്ലിയർ ചെയ്യണം കേട്ടോ. സിമ്പിൾ ആണ്, ഇക്വേഷൻ പഠിച്ചാൽ പിന്നെ ഈ ചാപ്റ്റർ അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് മാറും. എല്ലാവരും റെഡി ആണെങ്കിൽ ഇങ്ങനെ നോക്കിയോ. ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾ ആദ്യം ഈ ടോപ്പിക് പഠിക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ് ഒക്കെ എങ്ങനെയാന്ന് നോക്കുന്ന ആദ്യം നോക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇക്വേഷനിലേക്ക് കടന്നാൽ മതിയേ. ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് ഉണ്ടാവുക. താഴെ ഇവിടെ ഒരു സ്ക്വയർ, ഒരു സമചതുരം. സൈഡ് കൂടെയോ, സൈഡ് കൂടെ 4 സമപാർശ്വ ത്രികോണങ്ങൾ, 4 ഭാഗത്തുമായിട്ട് ത്രികോണങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പൊളിച്ചടുക്കി വെച്ചൊരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. ഈ നടുവിൽ ഒരു സ്ക്വയർ കണ്ടോ, സമചതുരം. സൈഡ് കൂടെ ഇങ്ങനെ 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 എത്ര ഉണ്ട്? 4 സമപാർശ്വ ത്രികോണങ്ങൾ സൈഡ് കൂടെ ഉണ്ടാവും. അത് ഒന്ന് മുകളിലേക്ക് ആക്കി 4 ഭാഗത്തുനിന്ന് ഇങ്ങനെ മുകളിലേക്ക് ആക്കി എടുത്തു വെച്ചാൽ ഈ ചിത്രമായിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇതിന്റെ ഷേപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. താഴെയുള്ള ഭാഗം, പാദഭാഗം എന്താണ്? സമചതുരമാണ്. സൈഡ് കൂടെ പാർശ്വഭാഗത്തുള്ളത് 4 സമപാർശ്വ ത്രികോണങ്ങൾ, 4 ഐസോസിലസ് ട്രയാങ്കിൾ. പിന്നെ ഈ ടോപ്പ് കണ്ടോടാ, ഈ കൂർത്ത് കിടക്കുന്ന ഒരു സ്ഥലം, ഇതിനെ നമ്മൾ അപെക്സ് എന്നാട്ടോ വിളിക്കുക, ശീർഷം എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതിന് ശേഷം നിങ്ങൾ ഈ സെക്ഷൻ നല്ലതുപോലെ പഠിച്ചു വെക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ആരാന്നറിയോ? ഇവിടുത്തെ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. അതങ്ങനെ ലെറ്റേഴ്സ് ആക്കി തന്നെ പഠിച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കണേ, ഈ താഴെ കിടക്കുന്ന ഈ സ്ക്വയറിന്റെ ഓരോ എഡ്ജും, എല്ലാം കൂടെ 4 എഡ്ജ് ഉണ്ടാവില്ലേ, ഓരോ എഡ്ജിനെയും നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് മാർക്ക് ചെയ്യുന്നു. ഇയാളെ പേരാണ് എന്താ വിളിക്കുക? ബേസ് എഡ്ജ് എന്ന് വിളിക്കും. എ ആണ് നമ്മുടെ ബേസ് എഡ്ജ്. ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ്, പാദവക്ക് എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. അതേപോലെ 3 ലെറ്ററും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. രണ്ടാമത്തെ ആളാണ് ഇ. ഇ എന്ന് പറയുന്നത് പാർശ്വവക്കാണ്. പാർശ്വവക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ അറിയോ? ലാറ്ററൽ എഡ്ജ് എന്ന് പറയും. ലാറ്ററൽ എഡ്ജ്. ഓക്കെ, ഈ ലാറ്ററൽ എഡ്ജ് ഈ ഫിഗറിൽ എങ്ങനെ മാർക്ക് ചെയ്യാം? ഈ സൈഡിൽ കാണുന്ന കുറേ ട്രയാങ്കിളിന്റെ എഡ്ജ് കണ്ടോതാ, ഈ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ലെങ്ത് വരുന്ന ഭാഗങ്ങളിലെ അതാണ് ലാറ്ററൽ എഡ്ജ് അഥവാ ഇ. ഈ ഫിഗറിൽ മാർക്ക് ചെയ്താൽ ഇതായിരിക്കും കേട്ടോ ലാറ്ററൽ എഡ്ജ്, ഇങ്ങനെ മുകളിലേക്കുള്ളത്. ഇതാണ് നമ്മുടെ ലാറ്ററൽ എഡ്ജസ്. ഓക്കെ, ഇനി 2 ലെറ്ററും കൂടെ ബാക്കിയുണ്ട്. അതിൽ ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം, നോക്കോ. ഈ സൈഡിലുള്ള ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമ്മൾ ഇതാ ഇങ്ങനെ വരച്ച ആ ഹൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ്. പക്ഷെ ഇത് നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് സ്ലാൻഡ് അല്ല, ഇത് നേരെയാണുള്ളത്. ഈ സ്ലാൻഡ് ഹൈറ്റ് ഈ പിക്ചറിലൊന്ന് വരച്ച് നോക്കിക്കേ. ഈ അപ്പെക്സ് മുതൽ താഴെയുള്ള ബേസ് എഡ്ജിന്റെ കറക്റ്റ് മിഡ് പോയിന്റിലേക്ക് ഇതാ ഇങ്ങനെയായിരിക്കും ആ സ്ലാൻഡ് ഹൈറ്റ് ഉണ്ടാവുക. ഇവിടെ വരച്ച ഇയാളെ നമ്മൾ പിരമിഡ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇപ്പൊ അത് ചരിഞ്ഞിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചരിവ് ഉയരം എന്നാണ് പറയുക കേട്ടോ. സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചരിവ് ഉയരം. ലെറ്റർ ഒക്കെ പഠിച്ചു വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഇതിങ്ങനെ വേർഡ്സിൽ പറഞ്ഞു പോവുക. അപ്പൊ നമ്മൾ ലെറ്ററിലേക്ക് മാറ്റിയെടുത്ത് വേണം പ്രോബ്ലം ചെയ്യാൻ. ഒരാളും കൂടെ ബാക്കിയുണ്ട്. ഈ പിരമിഡിന്റെ ഹൈറ്റ് ഈ അപ്പെക്സ് മുതൽ നേരെ ഇങ്ങനെ താഴത്തേക്ക്, അല്ലെ പിരമിഡ് എടുത്ത് നിലത്ത് വെച്ചാൽ അതിന് എത്ര ഹൈറ്റ് ഉണ്ട്? എടാ നമ്മൾ സാധാരണ ഹൈറ്റ് അളക്കൂലേ, അങ്ങനെ അളക്കുന്ന ഹൈറ്റ് ഇതിനെ വിളിക്കുന്നതാണ് എച്ച് എന്ന് കൊടുക്കാം. ഒരെണ്ണം കൂടെ ബാക്കിയുള്ളത് നേരെ താഴത്തേക്ക്, ഇതിനെ വിളിക്കുന്ന പേരെന്താ? എച്ച് കേട്ടോ. എച്ച് എന്ന് പറഞ്ഞാൽ സ്തൂപികയുടെ ഉയരം. ഇവിടെ മാർക്ക് ചെയ്ത് വെക്കട്ടെ, എച്ച്. ഇങ്ങനെ 4 ലെറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ 2 കൂടെ എഴുതാൻ ബാക്കിയുണ്ട്. എൽ എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ്. ഇനി ആരാ ഒരെണ്ണോടെ പറഞ്ഞ സ്ലാൻഡ് ഹൈറ്റ് ഒക്കെ, അല്ലെങ്കിൽ ചരിവ് ഉയരം എന്ന് പറയും. പിന്നുള്ളത് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിരമിഡിന്റെ ഹൈറ്റ്, ഹൈറ്റ് ഓഫ് ദ പിരമിഡ്, ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. അപ്പോൾ ഓരോ ഭാഗത്തും എന്താണുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ ഈ സെക്ഷനിൽ എന്താ പഠിച്ചു വെക്കേണ്ടത് അറിയോ? ഈ എഡ്ജിന്റെ ഒക്കെ എണ്ണം ഒന്ന് പഠിച്ചു വെക്കാം. താഴെയുള്ള ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ 4 ബേസ് എഡ്ജ് അല്ലേ ഉള്ളത്? 1 2 3 4. ഇനി ഇവിടെ നോക്കിയാലും 1 2 3 4. അപ്പോൾ ഒരു പിരമിഡിന്റെ നമ്പർ ഓഫ് ബേസ് എഡ്ജസ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ബേസ് എഡ്ജിന്റെ എണ്ണം, ഓക്കെ, എ എന്ന് പറയുന്നതിന്റെ എണ്ണം കേട്ടോ. എ ഈസ് ഈക്വൽ 4 ആണ്. റെഡി? ഇനി ഇ എന്ന് പറയുന്ന ലാറ്ററൽ എഡ്ജ് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ലാറ്ററൽ എഡ്ജിന്റെ ആൻസറും 4 ആണ്.
ഇവിടെ ഉള്ളതാണ് ഈ ലാറ്ററൽ എഡ്ജസ്. ഇത് 4 ഇവിടെ നിങ്ങൾ നോക്കിയാൽ 8 എണ്ണം കാണാൻ പറ്റും. പക്ഷെ അത് ഇങ്ങനെ പൊളിച്ചു വെച്ച പിക്ചറിലാണ്. നമ്മൾ പിരമിഡിൽ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ ഇത് മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് ഒട്ടിക്കുന്ന സമയത്ത് ഈ 2 ഭാഗങ്ങൾ ചേർന്ന് ഒട്ടിക്കിടക്കല്ലോ. അപ്പൊ അത് എത്ര 8 എണ്ണം ഉണ്ടാവത്തില്ല. പഠിച്ചു വെച്ചോണം. 4 ലാറ്ററൽ എഡ്ജും 4 ബേസ് എഡ്ജും ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ലാറ്ററൽ എഡ്ജ് പറഞ്ഞതുപോലെ തന്നെ ബേസ് എഡ്ജും 4 ആണ്. ടോട്ടൽ എഡ്ജ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാം കൂടെ 8 എണ്ണം എന്ന് പറയാം. ഈ പഠിപ്പിച്ച് തരുന്ന ഒക്കെ പ്രോബ്ലത്തിൽ ആവശ്യം വരും. ചുമ്മാ പറയുന്നതെന്ന് വിചാരിക്കരുതേ. നമ്പർ ഓഫ് ബേസ് എഡ്ജസ് 4, നമ്പർ ഓഫ് ലാറ്ററൽ എഡ്ജസ് 4, ടോട്ടൽ എഡ്ജസ് 8. ആ ഒരു സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ എഡ്ജ് എല്ലാം കൂടെ ഇത്ര സെന്റിമീറ്റർ ഉണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങളെ മൈൻഡിലേക്ക് വരണം. 4 എണ്ണം ബേസ് എഡ്ജ് ആണ്, 4 എണ്ണം ലാറ്ററൽ എഡ്ജ് ആണ്. ഇത് ചേർത്ത് വെച്ചാൽ കിട്ടുന്നതാണ് ടോട്ടൽ എഡ്ജ്. ഓക്കെ അല്ലേ? അപ്പൊ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ ഈ സെക്ഷനിൽ ഇനി പഠിച്ചു വെക്കേണ്ടത് എന്താണെന്നറിയോ? ഈ സൈഡിൽ കൂടെയുള്ള ട്രയാങ്കിൾ എല്ലാ സമയത്തും ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ചില ക്വസ്റ്റ്യനിൽ അത് ഇക്വിലാറ്ററൽ അഥവാ സമഭുജ ത്രികോണങ്ങളും തരാറുണ്ട്. അതിപ്പോ എങ്ങനെയാ? അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ വെച്ച് പ്രോബ്ലം ചെയ്താൽ മതി. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് അവർ എടുത്തു പറയും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ. അന്നപ്പോൾ നമുക്ക് ഈ ബേസ് എഡ്ജിനും ഈ ലാറ്ററൽ എഡ്ജിനും ഒരേ വലുപ്പമായിട്ട് മാറും. എല്ലാ സൈഡും സെയിം ആയാലല്ലേ സമഭുജ ത്രികോണമാവുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കേണ്ടത് ഈ ഫിഗറിന്റെ അകത്ത് കുറച്ച് റൈറ്റ് ട്രയാങ്കിൾസുകൾ ഉണ്ട്. മട്ട ത്രികോണങ്ങൾ ഇതിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഒരെണ്ണം ഞാൻ സാമ്പിൾ കാണിച്ചു തരാം. ഒരു സൈഡ് ഇതാ ഇത് ഇ എന്ന് പറയുന്ന ഒരു സൈഡ്. പിന്നെ അടുത്ത സൈഡ് എവിടെയാണെന്ന് പറയാം. അടുത്തത് ട്രയാങ്കിളിന്റെ അടുത്ത സൈഡ് ഇതാ ഇങ്ങനെ താഴത്തേക്ക് വരുന്ന ഒരു സൈഡ്. റെഡി? ഇതിന്റെ പേര് നമുക്കറിയാലോ. എന്താ ഇതിന്റെ പേര്? ഇത് നമ്മുടെ സ്ലാൻ ഹൈറ്റ് അല്ലെങ്കിൽ എൽ എന്ന് പറയുന്ന ആളാണ്. താഴെ കിടക്കുന്ന ഇത് മുഴുവനായിട്ട് എടുത്താൽ ബേസ് എഡ്ജ് എ ആണ്. നിങ്ങളത് മുഴുവൻ എടുക്കണ്ട. ഇതിന്റെ പകുതി എടുത്താൽ ഇവിടെ A/2 എന്ന് കിട്ടും. 90 ഡിഗ്രി ഇവിടെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ഇതിലെ ഒരു റൈറ്റ് ട്രയാങ്കിൾ. നോക്കേ, ഇതാണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഹൈപ്പോടെന്യൂസ് ഇ ആണ്. എൽ A/2 ഇങ്ങനെയല്ലേ ആൾക്കാരുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ഇക്വേഷൻ ആക്കി കൊണ്ടുപോയാൽ എന്താണ് സംഭവിക്കുക? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ. ബാക്കി ബേസും ഓൾട്ടിറ്റ്യൂഡും അല്ലെ, പാദവും ലംബവും എടുത്തിട്ട് സ്ക്വയർ എടുത്ത് പ്ലസ് ചെയ്താൽ പോരെ. എൽ സ്ക്വയർ പ്ലസ് A/2 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ നിങ്ങൾക്ക് ഇതൊരു ഇക്വേഷൻ ആക്കി പഠിച്ചു വെക്കാം. ജസ്റ്റ് പൈഥാഗറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കാം കേട്ടോ. എൽ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ഇയാളെ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതി. ഇ സ്ക്വയർ മൈനസ് A/2 ഹോൾ സ്ക്വയർ ആയിരിക്കും. എക്സാമിന് ഈ 3 ലെറ്ററുകളിൽ ഏതെങ്കിലും 2 എണ്ണം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാൽ ബാക്കിയുള്ളത് നിങ്ങൾ ഇതാ ഇങ്ങനെ ഇക്വേഷനിൽ കൊടുത്തിട്ട് കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ആളെ. ഓക്കെ, അപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണിച്ചു വന്നല്ലോ. ഇതേപോലെ ഒരു റൈറ്റ് ട്രയാങ്കിളും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. കാണിച്ചു തരാം. അടുത്തത് അതിൽ 3 ലെറ്റർ അല്ലെങ്കിൽ 3 സൈഡുകളിൽ ഒരു സൈഡ് ഇതാണ്. ഇയാളെ പേരെല്ലാവർക്കും അറിയാലോ. എൽ എന്ന് പറയുന്നതാണ് ഒരെണ്ണം. അടുത്തത് ഇതാ ഇങ്ങനെ കറക്റ്റ് നടുവിലേക്ക് വരുന്ന ഒരാൾ. ഇങ്ങനെ നടുവിലേക്ക് വരുന്ന ആളെ പേരെന്താ? നമ്മൾ എച്ച് എന്നല്ലേ വിളിക്കുക. നേരെ താഴത്തേക്ക് വന്നത് എച്ച് അല്ലേ. അപ്പൊ 2 സൈഡായേ. ഒരു സൈഡും കൂടെ വേണ്ടേ? ഏതാണെന്നറിയോ ഒരു സൈഡ്? ഈ താഴെയുള്ളത് ഇത്രയും എടുത്താൽ നമുക്ക് ബേസ് എഡ്ജ് ആണ്. ഇവിടെ തൊട്ട് ഇവിടം വരെ ബേസ് എഡ്ജ് ആണ്. ഇത് മുഴുവനായിട്ട് എടുത്താൽ ബേസ് എഡ്ജ് ആണ്. മുഴുവൻ എടുക്കണ്ട, ഇതിന്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ച് വെച്ചാൽ മതി. 90 ഡിഗ്രി വരിക ഇവിടെ ആയിരിക്കും. ഇതാണ് അടുത്ത റൈറ്റ് ട്രയാങ്കിൾ. പേര് കൊടുത്ത ഇവിടെ എൽ, ഇത് എച്ച്, ഇത് A/2. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് വരിക 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന എൽ എന്ന് പറയുന്ന ആളായിരിക്കും ഇവിടെ ഹൈപ്പോട്ടന്യൂസ്. ഇക്വേഷൻ ആയിട്ട് കൊടുത്താൽ എൽ സ്ക്വയർ ഈസ് ഈക്വൽ. ബാക്കി 2 സൈഡ് ഏതൊക്കെയാ? എച്ച് സ്ക്വയറും പ്ലസ് A/2 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ 2 റൈറ്റ് ട്രയാങ്കിൾസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ വന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. സ്ക്വയർ പിരമിഡ് നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയത്? ബേസിന്റെ ഷേപ്പ് ഒരു സ്ക്വയർ ആയിരുന്നു. സൈഡ് കൂടെ 4 സമപാർശ്വ ത്രികോണങ്ങൾ ഉണ്ടായിരുന്നു. മുകൾ ഭാഗത്തിന് ശീർഷം എന്ന് വിളിച്ചു. പിന്നെ 4 ലെറ്റർ A/E/L/H എന്ന് പറയുന്ന 4 ലെറ്റർ ഓരോന്നും ആരാന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്പർ ഓഫ് ബേസ് എഡ്ജ്, പാദവക്കുകളുടെ എണ്ണം 4, പാർശ്വവക്കുകളുടെ എണ്ണം 4, ടോട്ടൽ എഡ്ജ് 8 എണ്ണം എന്ന് കിട്ടിയില്ലേ. ഈ പിന്നെ ഏതാ പഠിച്ചത്? പിന്നെ 2 റൈറ്റ് ട്രയാങ്കിൾ കണ്ടുപിടിച്ചു. ഇയും എല്ലും A/2 കൂടെ വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ. അത് കഴിഞ്ഞ് LHA/2 എന്ന് ഈ 3 സൈഡ് വരുന്ന അടുത്ത റൈറ്റ് ട്രയാങ്കിൾ. എല്ലാത്തിലും ഹൈപ്പോട്ടന്യൂസ് ഏതാന്നൊക്കെ ഓർത്ത് വെക്കുക. ഇനി കംപ്ലീറ്റ് ഇക്വേഷൻസിലേക്ക് കയറാൻ പോവാണ്. റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുൾ ഇക്വേഷൻസ്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു 3 എണ്ണവും നോക്കട്ടെ. അതേപോലെ വോളിയത്തിന്റെ ഇക്വേഷനും പറയാനുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഏരിയയിൽ തുടങ്ങാം. ഏരിയ, പരപ്പളവ് എന്ന് പറയും നമ്മൾ.
3 ഇക്വേഷൻ ആക്കി പഠിച്ചു വെക്കണം. ഒന്നാമത്തത് ബേസ് ഏരിയ. ബേസ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? പാദപരപ്പളവ്. ബേസിന്റെ ഷേപ്പ് സ്ക്വയർ പിരമിഡ് അല്ലേ? ബേസിന്റെ ഷേപ്പ് സ്ക്വയർ ആണല്ലോ, സമചതുരല്ലേ? അപ്പൊ പാദപരപ്പളവ് എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ പരപ്പളവായിരിക്കും. ആൻസർ എ സ്ക്വയർ എന്നാണ് വരിക. ഒരു സൈഡ് നമ്മൾ എ എന്നല്ല എടുത്തത്, അപ്പൊ എ സ്ക്വയർ തന്നെ ബേസ് ഏരിയ, അത്രേ ഉള്ളൂ. ഇനി ഇതേപോലെ സൈഡ് കൂടെ ഉള്ള 4 ട്രയാങ്കിൾസ് ഇല്ലേ, അതിന്റെ ഏരിയനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ സർഫസ് ഏരിയ. LSA എന്ന് പറയും, ലാറ്ററൽ സർഫസ് ഏരിയ. മലയാളത്തിൽ നമ്മൾ പറയുന്നത് പാർശ്വതല പരപ്പളവ് എന്ന് പറയും. ഇക്വേഷൻ പഠിച്ചോ? ഇക്വേഷൻ എന്താ? 2AL പഠിച്ചോണേ. ബേസ് ഏരിയ എ സ്ക്വയർ, ലാറ്ററൽ സർഫസ് ഏരിയ 2AL. ഒരാളും കൂടെ ഉണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എന്ന് പറയട്ടോ, അല്ലെങ്കിൽ ആകെ ഉപരിതല പരപ്പളവ് എന്നൊക്കെ പറയാറുണ്ട്. ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ. അത് കാണാൻ ഒരു പണിയുമില്ല. നിങ്ങൾ ബേസ് ഏരിയയും പറഞ്ഞു, ലാറ്ററൽ ഏരിയയും പറഞ്ഞു, രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടലായി, അത്രേ ഉള്ളൂ. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക? എ സ്ക്വയർ പ്ലസ് 2AL. ഇതായിരിക്കും ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. സെറ്റ്. ഇനി വോളിയം പഠിക്കുന്ന സമയത്ത് 2 ഇക്വേഷൻസ് പഠിക്കണം വോളിയത്തിന്റെ. ഏതാണ് 2 എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പഴയ ആള് കേട്ടോ. ആരാണ് പഴയ ആള്? നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ? ഈ താഴെ മാത്രമല്ല സ്ക്വയർ ഉള്ളത്, മുകളിലും കൂടെ ഇങ്ങനെ സ്ക്വയർ വന്നിട്ട് ബാക്കി സൈഡിൽ കൂടെ റെക്റ്റാങ്കിൾ വന്നാൽ നമ്മൾ ഈ ഷേപ്പിനെ വിളിച്ചത് പ്രിസം എന്നായിരുന്നു. സ്തംഭങ്ങൾ. 9ാം ക്ലാസ് മാത്സ്. ഇത് ഇങ്ങനെ പറയാനുള്ള കാര്യം, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ പ്രിസത്തിന്റെ അകത്തുനിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും പിരമിഡ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ വോളിയം ഒക്കെ നമുക്ക് ആവശ്യം വരും കേട്ടോ. അതുകൊണ്ട് പ്രിസത്തിന്റെ വോളിയം കൂടെ ഒന്ന് ചേർത്ത് പഠിച്ചോ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പണി കിട്ടും. വോളിയം ഓഫ് സ്ക്വയർ പ്രിസം, ഈ ആളാണ് വോളിയം ഓഫ് സ്ക്വയർ പ്രിസം, സമചതുര സ്തംഭം. അതിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എച്ച്. നിങ്ങളിത് കഴിഞ്ഞ വർഷം വേർഡ്സ് പഠിച്ച ഓർമ്മ ഉണ്ടോ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നായിരുന്നു പഠിച്ചത്. പാദപരപ്പളവ് ഇൻറ്റു ഉയരം. ഇവിടെ ബേസിന്റെ ഷേപ്പ് സ്ക്വയർ ആയതുകൊണ്ട് ബേസ് ഏരിയ എ സ്ക്വയർ, ഹൈറ്റ് എച്ച്, എ സ്ക്വയർ എച്ച്. ഇനി താഴെയുള്ള വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് വേണ്ടേ? സമചതുര സ്തൂപികയുടെ സ്ക്വയർ പിരമിഡിൻ്റെത്. മറ്റേത് പ്രിസാണ് പറഞ്ഞത്. പിരമിഡിൻ്റെത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ കിട്ടിയത് അതിനെ ഒന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പിരമിഡിന്റെ വോളിയമായിട്ട് മാറും. 1/3 എ സ്ക്വയർ എച്ച് ആയിരിക്കും ആൻസർ. ആദ്യത്തത് എ സ്ക്വയർ എച്ച്, അതിന്റെ മുന്നിൽ ഒരു 1/3 ഫിറ്റ് ചെയ്ത് കൊടുത്തോ, ആളാരായിട്ട് മാറി? അത് പിരമിഡിന്റെ വോളിയമായിട്ട് മാറി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എവിടെ പഠിച്ചു വെക്കണം? സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. അപ്പൊ ഏരിയന്റെ 3 ഇക്വേഷനും അതേപോലെ വോളിയത്തിന്റെ ഈ 2 ഇക്വേഷനും മാറിപ്പോവരുത്, നല്ലതുപോലെ സെറ്റാക്കി വെക്കണേ. ഇനി അടുത്ത ടോപ്പിക് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. പറഞ്ഞുതരാം. അടുത്ത ടോപ്പിക്കിൽ വരുന്നത് കോൺ അഥവാ വൃത്തസ്തൂപികയാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചതുപോലെ ഓരോ ഭാഗത്തും എന്താ ഉള്ളതെന്ന് ആദ്യം നോക്ക്. ബേസിൽ ഉണ്ടാവുക ഇങ്ങനെ ഒരു സർക്കിൾ ആയിരിക്കും താഴെ ഉണ്ടാവുക. നിങ്ങൾ ഇതൊരു തൊപ്പി പോലെ ആലോചിച്ച് നോക്കണേ. നിങ്ങൾ ബർത്ത്ഡേക്ക് തലയിൽ വെക്കുന്ന ആ തൊപ്പിയിലിടാം. അങ്ങനെ ആലോചിച്ച് നോക്കിക്കേ. താഴെ ഉള്ളത് ഒരു സർക്കിൾ. അത് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ കിടക്കുന്ന ഭാഗം, ആ തൊപ്പിയുടെ സൈഡ് ഭാഗം ഉരുണ്ട് കിടക്കുന്ന ഒരു ഭാഗമല്ലേ, നമ്മൾ അതിനെ കേർവ്ഡ് സർഫസ് എന്ന് വിളിക്കും. വക്രതലം, കേർവ്ഡ് സർഫസ്, ഒരു ഉരുണ്ട് കിടക്കുന്ന ഭാഗം, അത്രേ ഉള്ളൂ. ഈ മുകൾ ഭാഗത്തിന് പഴയ പേര് തന്നെയാണ് അപ്പെക്സ്. ആ പോയിന്റിനെ ശീർഷം അല്ലെങ്കിൽ അപ്പെക്സ് എന്നാട്ടോ വിളിക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ലെറ്റേഴ്സ് പഠിക്കാനുണ്ട്. നേരത്തെ 3 ലെറ്റർ പഠിച്ചില്ലേ? അല്ല, നേരത്തെ 4 പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ 3 ഉള്ളൂ കേട്ടോ, ഒരെണ്ണം കുറഞ്ഞു കിട്ടുന്നുണ്ട്. ഏതൊക്കെയാണ് നേരത്തെ പഠിച്ചത്? AELH, 4 ആൾക്കാർ. ഇവിടുത്തെ 3 ആൾക്കാരെ പരിചയപ്പെടാം. ആദ്യത്തെ ആള് എൽ തന്നെയാണ്. ആരാ? ഈ ചരിഞ്ഞ് കിടക്കുന്ന ഹൈറ്റ് കണ്ടോ? എൽ. നേരത്തെ പഠിച്ച അതേ പേര് തന്നെ, എൽ, ചരിവുയരം, സ്ലാൻ ഹൈറ്റ്. രണ്ടാമത്തെ ആളെ കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത്തത് ഇങ്ങനെ കുത്തനുള്ള ഇയാൾ. ഇതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പേരെന്തായിരുന്നു? എച്ച്, ഹൈറ്റ് എന്ന് വിളിക്കും. എച്ച് ആണ് രണ്ടാമത്തത്. മൂന്നാമത്തതാണ് നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇത് രണ്ടും ലെറ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേര് മനസ്സിലാവും. ഒന്ന് സ്ലാൻ ഹൈറ്റ്, ഒന്ന് ഹൈറ്റ്. ഇത് ഹൈറ്റ് ഓഫ് ദ കോൺ, മറ്റേത് ഹൈറ്റ് ഓഫ് ദ പിരമിഡ് കേട്ടോ. റെഡി? ഈ താഴെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ടാവൂലേ? ആ റേഡിയസിനെ നമ്മൾ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആറിലാണ് മാർക്ക് ചെയ്യാം. ആളെ പേരൊന്ന് കേട്ടോ. ആർ എന്ന് പറയുന്നത് ബേസ് റേഡിയസ് എന്നാണ് വിളിക്കുക. ബേസ് റേഡിയസ്, പാദ ആരം. ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് അറിയുന്നതാണ്. എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻ ഹൈറ്റ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ കോൺ. നേരത്തെ പഠിച്ച സാധനം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ക്ലിയർ?
ഇനി നമുക്ക് പോയി നോക്കാം. കഴിഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾ ഈ ലെറ്റർ പഠിച്ചതിന് ശേഷം പഠിച്ചത് എന്തായിരുന്നു? കുറെ എഡ്ജ് അല്ലേ, നമ്പർ ഓഫ് ബേസ് എഡ്ജ്, നമ്പർ ഓഫ് ലാറ്ററൽ എഡ്ജ്, അങ്ങനെ ഒരു ടോപ്പിക് ഇവിടെ അല്ല മക്കളെ. ഇവിടെ എഡ്ജ് എണ്ണാൻ പറ്റൂല, ഇതൊന്നായിട്ട് ഇതാ ഇങ്ങനെയല്ലേ ഉള്ളത്, ഒരു ഉരുണ്ട് കിടക്കല്ലേ, അവിടെ എഡ്ജ് വക്കുകൾ എണ്ണിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അതല്ല, ഇവിടെ വേറെ ഒരു എക്സ്ട്രാ ടോപ്പിക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ടോപ്പിക് ഇവിടെ പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു ടോപ്പിക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്ഷൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പാണ് പരീക്ഷയ്ക്ക്. നോക്കിക്കോ, ആദ്യം ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ അകത്ത് ഇതാ ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ചിട്ട് ഇതാ ഇവിടേക്ക് മാറ്റി വെച്ചു. ഇയാളെ പേരെന്താ? ഈ കഷ്ണത്തിന്റെ സെക്ടർ അഥവാ വൃത്താംശം എന്ന് പറയും. ഈ സെക്ടറിനെ ഇതാ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ റോള് ചെയ്തിട്ട്, ഇങ്ങനെ റോൾ ചെയ്യണം, മടക്കരുതേ, റോൾ ചെയ്തിട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒട്ടിച്ചാൽ അതൊരു കോണായിട്ട് മാറും. ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ വൃത്തസ്തൂപികയായിട്ട് മാറും. നമ്മൾ ഇവിടെ പഠിക്കുന്ന പുതിയ ടോപ്പിക് എന്താന്ന് വെച്ചാൽ, ഒരു സെക്ടറിന്റെ മുകളിൽ നിന്ന്, വൃത്താംശത്തിൽ നിന്ന് നമ്മൾ കോൺ അഥവാ വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ പോവാണ്. സെക്ടറിന്റെ മുകളിൽ നിന്ന് കോൺ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയോ കുറെ പ്രത്യേകതകളുണ്ട്, കുറെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിട്ട് വരും. അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഈ വരച്ചു വെച്ചത് അല്ലെങ്കിൽ മാർക്ക് ചെയ്തത് സെക്ടറിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് ആണ്. നോക്കിക്കേ, ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലേ ഇത്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് സെക്ടർ മുറിച്ച് വെച്ച ഇതേ റേഡിയസ് തന്നെയായിരിക്കും ഇത്. അപ്പൊ ഇവിടെയും നമുക്ക് ആർന്ന് കൊടുക്കാം. ക്യാപിറ്റൽ ആറ് കൊടുത്തത് നേരത്തെ ഓൾറെഡി ബേസ് റേഡിയസ് എന്ന് പറഞ്ഞ് സ്മോൾ ലെറ്റർ ആറ് കൊടുത്തില്ലേ, രണ്ടും കൂടെ മാറിപ്പോണ്ടെന്ന് വിചാരിച്ചാണ് ഇവിടെ ക്യാപിറ്റൽ ആറ് കൊടുത്തത്. അപ്പൊ ഇത് സെക്ടറിന്റെ റേഡിയസ്. ഇനി നിങ്ങൾ ഇത് വെച്ചിട്ട് കോൺ ആക്കി മാറ്റിയാൽ, ഇങ്ങനെ കോൺ ഉണ്ടാക്കിയാൽ ഈ സെക്ടറിന്റെ ഈ റേഡിയസിന്റെ അതേ ലെങ്ത് ആയിരിക്കും ഈ കോണിന്റെ സ്ലാൻ ഹൈറ്റിന് ഉണ്ടാവുക. ദാ ഈ ലെങ്ത്തിനെ നമ്മൾ സ്ലാൻ ഹൈറ്റ് എന്നല്ലേ വിളിച്ചത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് കിട്ടി. ഒരു സെക്ടറിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ കോൺ ഉണ്ടാക്കിയ സെക്ടറിന്റെ റേഡിയസ് ഈസ് ഈക്വൽ ആയിരിക്കും കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ്. ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ സ്മോൾ ലെറ്റർ എൽ എന്ന് വരും. ഈ രീതിയിൽ ഒരു കണക്ഷൻ കിട്ടും. ഒരാളെയും കൂടെ നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്യാൻ പറ്റും. സെക്ടറിന്റെ ഈ ലെങ്ത് ഇതാ, അല്ലെങ്കിൽ ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്ന ആളിൽ ഇതാ ചാപനീളം, ഈ നീളമാണ് ഈ താഴത്തൊരു സർക്കിളായിട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാം? ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ആരുടെ? സെക്ടറിന്റെ ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ആണ് കോണിലേക്ക് എത്തുന്ന സമയത്ത് ആ ബേസിലുള്ള സർക്കിളിന്റെ പെരിമീറ്ററിനാണ് ഈക്വൽ ആവുക. ആ സർക്കിളിന്റെ, ആ വൃത്തത്തിന്റെ ചുറ്റളവിന് തുല്യമാവും. നമുക്ക് ഇങ്ങനെ പറയാം, ബേസ് പെരിമീറ്റർ, ബേസ് ഭാഗത്തുള്ള ആ സർക്കിളിന്റെ പെരിമീറ്റർ ആയതുകൊണ്ട് ബേസ് പെരിമീറ്റർ ചാപ നീളം സമം ആർക്ക് തുല്യമാവും? പാദ ചുറ്റളവിന് തുല്യമായിട്ട് മാറും കേട്ടോ. ഇങ്ങനെ ഒരു സെക്ഷൻ ഇവിടെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനും കൂടെ ഓർത്ത് വെച്ചാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് ചെയ്തു പോവാം. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് കേട്ടോ. എക്സ് ഡിവൈഡഡ് ബൈ 360 ഈസ് ഈക്വൽ ആർ ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, എല്ലാ ആളുകളും ആരാന്ന് നോക്കിക്കോ. എപ്പോഴാണ് ഇക്വേഷൻ യൂസ് ചെയ്യുക? സെക്ടറിന്റെ മുകളിൽ നിന്ന് കോൺ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ ഇക്വേഷന്റെ ഹെൽപ്പോട് കൂടെ നമുക്ക് അതിൽ കാണാതെ പോയ അല്ലെങ്കിൽ വിട്ടുപോയ ഭാഗങ്ങൾ കണ്ടുപിടിക്കാം. 3 ലെറ്ററുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 2 എണ്ണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ഒരെണ്ണം മിസ്സിംഗ് ആയി കിടക്കും. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടും. അതിൽ ഈ എക്സ് ആരാന്നൊന്ന് ശ്രദ്ധിച്ചു വെച്ചോണം. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന ആളാണ്. ആർ നമുക്കറിയാം, ബേസ് റേഡിയസ്. എൽ സ്ലാൻ ഹൈറ്റ് ആണ്. ആ എല്ലിന് പകരം നമുക്ക് ക്യാപിറ്റൽ ആർ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും ഈക്വൽ ആണെന്ന് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ആംഗിൾ ആണ് കേട്ടോ. എക്സ് സെൻട്രൽ ആംഗിൾ, അതാണ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഒരു എക്സ്ട്രാ ടോപ്പിക് ഇവിടെ കോൺ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് നേരത്തെ പഠിച്ചതുപോലെ കമ്പയർ ചെയ്ത് പഠിക്കാനേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാ? ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒറ്റ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ പഠിക്കാനുള്ളൂ. അത് ഓൾറെഡി ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞുതരാം. ഒരു സൈഡ് ഈ എൽ, അത് കഴിഞ്ഞാൽ ഒരെണ്ണം ഇങ്ങനെ താഴത്തേക്കുള്ള നമ്മുടെ എച്ച്. റെഡി? ഇപ്പൊ 2 സൈഡായ ട്രയാങ്കിൾ ആവണമെങ്കിൽ ഒരു സൈഡും കൂടെ വേണ്ടേ? ആ സൈഡ് നമ്മുടെ സർക്കിളിന്റെ റേഡിയസ്. ഇങ്ങനെ 3 സൈഡ് വരുന്നു. ഇവിടെ 90 ഡിഗ്രി വരുന്നു. ഇതാണ് ആ റൈറ്റ് ട്രയാങ്കിള് എൽ എച്ച് ആർ. ട്രയാങ്കിൾ ഒഴികെ എൽ എച്ച് ആർ. അതിൽ എൽ എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്, 90ന്റെ ഓപ്പോസിറ്റ് ഉള്ളത്. കണ്ടില്ലേ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, മട്ടത്രികോണം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചാൽ എൽ സ്ക്വയർ ഈസ് ഈക്വൽ എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സെക്ഷനിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു പോകാൻ പറ്റും കേട്ടോ. എൽ എച്ച് ആർ ക്ലിയർ ആക്കി വെക്കണേ. ഒറ്റ റൈറ്റ് ട്രയാങ്കിളേ പഠിക്കാനുള്ളൂ. എങ്ങനെയായിരിക്കും പ്രോബ്ലം വരിക? 3 ആളുകളിൽ 2 എണ്ണം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും, ഒരെണ്ണം മിസ്സായിരിക്കും. മിസ്സായത് നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? ഇനി നേരത്തെ പോലെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഏരിയയുടെ 3 ഇക്വേഷൻ, വോളിയത്തിന്റെ 2 ഇക്വേഷൻസ്. നോക്കിക്കോ, ഏരിയാസ്. ആദ്യം ഏരിയയിലേക്ക് പോവാം.
ഏരിയ. പരപ്പളവിന്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ആളാരാ? ആദ്യത്തെ ആള് ബേസ് ഏരിയ. ബേസ് ഏരിയ പാദ പരപ്പളവ്. നേരത്തെ സെക്ഷനിൽ ബേസിന്റെ ഷേപ്പ് സ്ക്വയർ ആയതുകൊണ്ട് ബേസ് ഏരിയ സ്ക്വയറിന്റെ ഏരിയ ആയ എ സ്ക്വയർ. ഇപ്പം നമ്മുടെ കോണിന്റെ ബേസിലുള്ളത് സർക്കിൾ അല്ലേ, അതുകൊണ്ട് സർക്കിളിന്റെ ഏരിയ ആയിരിക്കും ബേസ് ഏരിയ. പൈ ആർ സ്ക്വയർ എന്നായിരിക്കും നമുക്ക് ആൻസർ വരിക. ആ ബേസിൽ കിടക്കുന്ന ഈ സർക്കിൾ കണ്ടോ, ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ. രണ്ടാമത്തത് സൈഡ് കൂടുള്ള ഏരിയ. നേരത്തെ നമ്മൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വിളിച്ചു. ഇവിടെ പേരിനൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഉരുണ്ട് കിടക്കുന്നതായതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നത് കേർവ്ഡ് സർഫസ് ഏരിയ, CSA എന്നാണ് കേട്ടോ. കേർവ്ഡ് സർഫസ് ഏരിയ. മലയാളത്തിൽ വക്രതല പരപ്പളവ് എന്ന് പറയും. വക്രതല പരപ്പളവ്. റെഡി? ഇക്വേഷൻ പൈ ആർ എൽ. നേരത്തെ ഇക്വേഷൻ 2AL. ഇവിടുത്തെ ഇക്വേഷൻ നോക്കിക്കോ, പൈ ആർ എൽ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാവുമല്ലോ, ആലോചിച്ച് നോക്കിക്കേ. ടോട്ടൽ സർഫസ് ഏരിയ അല്ലെ, ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ് എങ്ങനെയാ ചെയ്യാ? നേരത്തെ ഓർമ്മയുണ്ടോ? സ്ക്വയർ പിരമിഡിൽ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തല്ലേ, A സ്ക്വയർ പ്ലസ് 2AL. അതേപോലെ തന്നെ ഇവിടെ പ്ലസ് ചെയ്താൽ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ എന്നായിരിക്കും. നേരത്തത് A സ്ക്വയർ പ്ലസ് 2AL, ഇവിടുത്തത് പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തെടുത്താൽ മതി. ഏരിയയുടെ 3 ഇക്വേഷനും അവിടെ നിന്ന് കിട്ടും. സിമ്പിൾ ആണ്, രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ എന്ന് പഠിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സമചതുര സ്തൂപികയിൽ എത്രയായിരുന്നു? അവിടെ A സ്ക്വയർ ആയിരുന്നു. ഇത് പൈ ആർ എൽ, അവിടെ എത്രയായിരുന്നു? അവിടെ 2AL. രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ ഇവിടുത്തത് അതേപോലെ അവിടെയും പ്ലസ് ചെയ്തെടുക്കുക. ഇങ്ങനെ നോക്കണേ. മട്ടത്രികോണം റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഒരൊറ്റ ഒന്നായിരുന്നു, അവിടെ 2 എണ്ണം പഠിച്ചിരുന്നു. അങ്ങനെ തന്നെ പഠിച്ചു പോവുക, സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാം. വോളിയമാണ് ഇനി വേണ്ടത്. വോളിയവും നേരത്തെ പഠിപ്പിച്ചതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാൻ കിട്ടും വ്യാപ്തം. ആദ്യം ആരതാ പറഞ്ഞു തരണ്ടേ? ആദ്യത ഈ മുകളിലും താഴെയും വൃത്തം വരുന്ന ഇയാളെ പേരാണ് സിലിണ്ടർ എന്ന് പറയും. മലയാളത്തിൽ വൃത്തസ്തംഭം കേട്ടോ. സിലിണ്ടർ. നേരത്തെ എന്തായിരുന്നു? സമചതുരസ്തംഭം. ഇവിടെ വൃത്തസ്തംഭം. സിലിണ്ടറിന്റെ വ്യാപ്തം ആദ്യം കണ്ടുപിടിക്കാല്ലേ. വോളിയം ഓഫ് സിലിണ്ടർ. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം, ഇയാളെ വ്യാപ്തമാണ്. നേരത്തത് A സ്ക്വയർ H. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു, A സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ, പാദപരപ്പളവ. ഇവിടുത്തെ ബേസ് സർക്കിൾ ആയതുകൊണ്ട് ഇവിടുത്തെ എന്താ വരിക? പൈ ആർ സ്ക്വയറിന്റെ കൂടെ ആയിരിക്കും H ഉണ്ടാവുക. എടാ സിമ്പിൾ പരിപാടി നോക്കിക്കോ. പൈ ആർ സ്ക്വയർ H. എന്തുകൊണ്ട് പൈ ആർ സ്ക്വയർ? ഇവിടുത്തെ ബേസ് ഏരിയ പൈ ആർ സ്ക്വയറാ. നേരത്തെ ബേസ് ഏരിയ A സ്ക്വയറാ, അതുകൊണ്ടാണ് A സ്ക്വയർ H. ഇവിടെ പൈ ആർ സ്ക്വയർ ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ H. ഇനി ഇതിന്റെ താഴെ വോളിയം ഓഫ് കോൺ, വൃത്തസ്തൂപികയുടെ വ്യാപ്തം. ഈ കിട്ടിയ ആൻസറിന്റെ മുന്നിൽ ഏതോ ഒരു നമ്പർ ഫിറ്റ് ചെയ്താൽ മതി. നേരത്തെ ചെയ്തതുപോലെ തന്നെ 1/3 പൈ ആർ സ്ക്വയർ H. ഓക്കെ, സ്ക്വയർ പിരമിഡിന്റെ വോളിയം 1/3 A സ്ക്വയർ H ആയിരുന്നു. ഇവിടുത്തെ ആൻസർ 1/3 പൈ ആർ സ്ക്വയർ H ആണ്. ക്ലിയർ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? അപ്പൊ വോളിയത്തിന്റെ ഇക്വേഷൻസ് എല്ലാം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സെക്ഷൻ വരുന്നത് സ്ഫിയർ ആണ്, ഗോളങ്ങൾ. ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളതാണ്. ഈ സ്ഫിയർ ഇതിങ്ങനെ മുറിച്ച് വെച്ചാൽ കിട്ടുന്ന കഷ്ണങ്ങളെ വിളിക്കുന്ന പേരാണ് ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. ഗോളവും അർദ്ധഗോളവും കേട്ടോ. ഇവിടെ ആകെ ഒരൊറ്റ ലെറ്ററേ പഠിക്കാനുള്ളൂ. ആരാന്നറിയോ? ഇതിന്റെ റേഡിയസ്. ഈ നടുവെന്ന് ഇതാ ഇങ്ങനെ വരച്ച് വെച്ചാൽ കിട്ടുന്ന റേഡിയസ്. അതേപോലെ ഇങ്ങനെ താഴത്തേക്ക് വരച്ചാലും റേഡിയസ് ആയിരിക്കും കേട്ടോ. ഇവിടെ നോക്കണേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാലും റേഡിയസ്, ഏത് ഭാഗത്തേക്ക് വരച്ചാലും റേഡിയസ് ആണ്. ഇങ്ങനെ മുകളിലേക്ക് വരച്ചാൽ, സാധാരണ മുകളിലേക്ക് വരച്ചാൽ നമ്മൾ ഹൈറ്റ് എന്നല്ലേ പറയാം, പക്ഷെ ഇവിടെ ഇതും റേഡിയസ് തന്നെയായിരിക്കും. ഒരു ഫുട്ബോൾ വെച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് സ്ഫിയർ, ഇവിടെ ഉള്ളത് ഹെമിസ്ഫിയർ, അർദ്ധഗോളം. ഗോളവും അർദ്ധഗോളവും. ഈ സെക്ഷനിൽ നമുക്ക് ഇക്വേഷൻസ് കുറച്ച് ഇക്വേഷൻ പഠിച്ചു വെക്കാനുണ്ടേ. നോക്കണേ ഏതൊക്കെയാന്ന്. സ്ഫിയറിൻ്റെത് വേണം, സ്ഫിയർ അല്ലെങ്കിൽ ഗോളം. പിന്നെ എന്താ ഉള്ളത്? ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം. ഇവിടെയാണ് നമുക്ക് ഇക്വേഷൻസ് വേണ്ടത്. സ്ഫിയർ, ഹെമിസ്ഫിയർ. ഓക്കെ, ഇക്വേഷൻസിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് സ്ഫിയറിന്റെ വോളിയം, ഇവിടുത്തെ വ്യാപ്തം. വോളിയം ഓഫ് സ്ഫിയർ, വ്യാപ്തം. നോക്കട്ടെ, വോളിയം. ഇക്വേഷൻ 4/3 പൈ ആർ ക്യൂബ്. ഇക്വേഷൻ നോക്കിക്കോണേ, മാറിപ്പോവരുതേ. 4/3 പൈ ആർ ക്യൂബ് ആണ് സ്ഫിയറിന്റെ വോളിയം, വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഈ ഹെമിസ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ അറിയോ? ഇവിടുത്തെ വോളിയം ഇതിന്റെ പകുതിയായിരിക്കും. 4/3യുടെ ഹാഫ് 2/3 പൈ ആർ ക്യൂബ്. മാറിപ്പോവരുതേ, ക്യൂബ് ആണ്. ക്യൂബ്.
മാറിപ്പോവോ? യൂണിറ്റ് പോലെ ഓർത്ത് വെച്ചാൽ മതി. വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ, സെന്റിമീറ്റർ ക്യൂബ് അല്ലേ, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് അല്ലേ? അതേപോലെ ഇക്വേഷനിലും കിടക്കുന്നുണ്ട് ഒരു ക്യൂബ്. മാറിപ്പോവരുത്, വോളിയത്തിൽ അവിടെ ഒരു ക്യൂബ് ഉണ്ട്. നെക്സ്റ്റ് ഏരിയ. നിങ്ങളൊരു സ്ഫിയർ വെച്ച് നോക്കിയാൽ സ്ഫിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും നോക്കിയാൽ അത് ഒരേപോലെ ഉരുണ്ട് കിടക്കല്ലേ ചെയ്യാം. അതുകൊണ്ട് അതിന് ബേസ് ഏരിയ, ലാറ്ററൽ ഏരിയ, സർഫസ് ഏരിയ അങ്ങനെ 3-4 പേരൊന്നുമില്ല. ഒരൊറ്റ പേരേ ഉള്ളൂ, ടോട്ടൽ സർഫസ് ഏരിയ. ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആൻസർ 4πr². ഇവിടുത്തത് r² ആണ്. ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ സെന്റിമീറ്റർ. അതേപോലെ തന്നെ ഇക്വേഷനിലും സ്ക്വയർ. വോളിയത്തിന്റെ യൂണിറ്റ് പോലെ ഇക്വേഷനിലും ക്യൂബ് ഉണ്ട്, മാറിപ്പോവണ്ട. 4/3πr³ 4πr². ഇനി ഇവിടെ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു സാധനം ഉണ്ട്, പറഞ്ഞുതരാം. ഇവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ 4πr². അപ്പൊ ഇവിടുത്തത് എത്രയാ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ വോളിയം പറഞ്ഞതുപോലെ ഇതിന്റെ പകുതി എന്നും പറഞ്ഞിട്ട് 2πr² എന്ന് എഴുതി വെച്ചാൽ ആൻസർ തെറ്റായിരിക്കും. ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ആൻസർ 3πr² ആണ്. എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു? ഇതവിടെ നോക്കണേ. ഇങ്ങനെ മുറിച്ച് വെച്ചാൽ, ഇങ്ങനെ കഷ്ണമാക്കി വെച്ചാൽ ഇത് 3 എണ്ണാക്കി ഏരിയ പഠിക്കണം. ഇവിടെ ബേസിന്റെ ഷേപ്പ് ഒരു സർക്കിളാണ്, അപ്പൊ ബേസ് ഏരിയ ഉണ്ട്. സൈഡിൽ കൂടെ ഉരുണ്ട് കിടക്കുന്ന ഒരു ഭാഗമുണ്ട്, അപ്പൊ കേർവ്ഡ് സർഫസ് ഏരിയ വേറെ വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ സർഫസ് ഏരിയയും വരും. ഇങ്ങനെ 3 എണ്ണമാക്കി തന്നെ പഠിക്കണം. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിക്കോളുക. ഇവിടെ നമുക്ക് ഹെമിസ്ഫിയറിൽ ആദ്യം നിങ്ങൾ ബേസ് ഏരിയ, പാദപരപ്പളവ് കേട്ടോ. ബേസ് ഏരിയ നമ്മൾ നേരത്തെ പേര് പറയുന്നില്ലേ, പാദപരപ്പളവ്. ബേസ് സർക്കിൾ ആയതുകൊണ്ട് അത് πr² ആയിരിക്കും. സൈഡിൽ കൂടെ എൻ്റെ പേര് കേർവ്ഡ് സർഫസ് ഏരിയ, നമ്മുടെ വക്രതല പരപ്പളവ്. അതാണ് ഇതിന്റെ പകുതിയായ 2πr² ഉണ്ടാവുക. ഇതാ നോക്കിക്കോ, ഈ സൈഡിൽ കൂടെ ഏരിയ കണ്ടതാ. ഈ സൈഡിൽ കൂടെ ഉള്ളത് ഒരു 2πr², ഈ സൈഡിൽ കൂടെ ഉള്ളത് ഒരു 2πr². രണ്ടും കൂടെ ചേർത്ത് ഒട്ടിച്ചാൽ ആകെ ഇവിടുത്തെ 4πr² ആയിട്ട് മാറും. ഇനി ഈ 3 എവിടെ നിന്ന് വന്നതാ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ബേസ് ഏരിയയും സൈഡ് കൂടെ ഏരിയയും ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താലല്ലേ ഇത് കിട്ടുക. ഒന്ന് പ്ലസ് ചെയ്ത് നോക്ക്. 1πr²ഉം 2πr² കൂടെ കൂട്ടിയ 3πr². സംഭവം റെഡിയാ. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാ? 3πr² ആണ്. തെറ്റിച്ചിട്ട് ഇതിന്റെ പകുതിയാന്ന് വിചാരിച്ച് 2πr² എടുക്കരുത്. അതെവിടെയാ? അത് സൈഡിൽ കൂടെ മാത്രമുള്ളതാണ്. വക്രതല അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് മാത്രമാണ് 2πr². ഓക്കെ അല്ലേ? ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് ഇക്വേഷൻസ് കേട്ടോ. മൊത്തം ഇക്വേഷൻസ് കൂടിയാണ് കവർ ചെയ്ത് പോയത്. നോക്കുക, ഇത്രയും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് പഠിക്കുക. പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? വോളിയം എന്ന് പറഞ്ഞാൽ ഇനി ഇതാ ഈ ഒരൊറ്റ വോളിയം അല്ല പഠിക്കേണ്ടത്. വോളിയം എന്നൊരു ടോപ്പിക് എടുക്കുക. സ്ഫിയറിന്റെ വോളിയം എന്താ, ഹെമിസ്ഫിയറിന്റെ വോളിയം, കോണിന്റെ വോളിയം, സിലിണ്ടറിന്റെ വോളിയം, സ്ക്വയർ പിരമിഡിന്റെ വോളിയം, സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം, ഇങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞു നോക്കാം. അങ്ങനെ പഠിച്ചാലേ നമുക്കത് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്തൊക്കെ അറിയും, അവിടെ ഇവിടേക്ക് ആയിട്ട് മാറിപ്പോവും. ഈ പ്രശ്നം ഉണ്ടാവരുത്. അപ്പൊ നിങ്ങൾ സൂപ്പറായിട്ട് പഠിച്ചോ. ഈ സെക്ഷനും ഈ ടോപ്പിക്കും ഇവിടെ കിടക്കുന്ന എല്ലാ ഇക്വേഷൻസും ബാക്കി പ്രോബ്ലം ചെയ്തും സെറ്റ് ആക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുത്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ മക്കളെ, ബൈ.